സഫീർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് 2015 ടാൽറോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും ഞാനൊരു സിസ്റ്റത്തിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. 2040 ആകുമ്പോഴേക്കും ഞാൻ ഈ സിസ്റ്റത്തിലൂടെ കേരളത്തിന് വലിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് ഈ സിസ്റ്റം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ സിസ്റ്റം? അതെ, ടാൽറോപ്പ് ഒരു എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാം 2015 ടാൽറോപ്പ് തുടങ്ങാനൊരു റീസൺ, അത് ആമസോണും ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൂടാ, ഈ ഒരു ചിന്തയിൽ നിന്നാണ് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സിലിക്കൻ വാലിയെ പറ്റി പഠിക്കുകയും അതൊരു വലിയ സിസ്റ്റമാണെന്നും അതൊരു ഏരിയ ആണെന്നും അതെങ്ങനെ ഉണ്ടാക്കപ്പെട്ടു അതാണ് ഫേസ്ബുക്കിനെയും അല്ലെങ്കിൽ ആമസോണിനെയൊക്കെ സപ്പോർട്ട് ചെയ്തതെന്നും. അപ്പോൾ അതുപോലൊരു സിസ്റ്റം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ 2015 സഫീർ നജിമുദ്ദീന് എന്ത് ചെയ്യാൻ പറ്റാത്ത, ഒരു ആമസോൺ ഉണ്ടാക്കാൻ പറ്റാത്ത, ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത എന്നൊരു തിരിച്ചറിവിൽ നിന്ന്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് മാർക്ക് സുക്കർബർഗ്മാരുണ്ട്, ജെഫ് ബെസോസുമാരുണ്ട്, പക്ഷേ അവർക്കൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവിലാണ് എക്കോ സിസ്റ്റത്തിലേക്ക് വരുന്നത്. അതായത് നമ്മൾ പറയുന്ന ഒരു നാച്ചുറലായിട്ട് എല്ലാ എലമെൻസും ഇവിടെ വേണം ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ ഇറങ്ങുമ്പോഴേക്ക്. അപ്പോൾ അതിന് എന്തൊക്കെയാണോ വേണ്ടത്, അതിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത്, ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാകും? ഈ ഫൗണ്ടറിനുണ്ടാകും. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു സർക്യൂംസ്റ്റൻസസ് മുഴുവൻ അവർക്ക് വേണ്ടി സെറ്റാകേണ്ടതുണ്ട്. അതിനാണ് സിസ്റ്റം ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അതിപ്രയാസമായ കാര്യമാണ്. പക്ഷേ ആ സിസ്റ്റം എങ്ങനെയെങ്കിലും ഇവിടെ ഉണ്ടായി വന്നാൽ മാത്രമേ നമുക്ക് ആമസോണും ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ ഇവിടെ സ്വപ്നം കാണാൻ കഴിയൂ.